ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ഭാവിയിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു മുഴം മുന്നേ നീട്ടി എറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഇപ്പോൾ PSC പരീക്ഷയുടെ ഒരു അവസ്ഥ. കാരണം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള, വളരെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷനാണ് നമുക്ക് PSCക്കകത്ത് വരുന്നത്. റാങ്ക് ലിസ്റ്റുകൾ ചുരുക്കുന്നതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. മാർക്ക് റാങ്ക് ലിസ്റ്റിനകത്ത് കയറി പറ്റുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് കമ്പനി ബോർഡ് LGS പോലുള്ള പരീക്ഷകളെ കുറിച്ചാണ്. കമ്പനി ബോർഡ് LGS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ പതുക്കെ നമുക്ക് എക്സാം ഡേറ്റ് ഒക്കെ വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ച പല ആൾക്കാരും നേരത്തെ അത് പഠിച്ചു തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവരോടൊപ്പം ഓടിയെത്താൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, കഴിയില്ല, അല്ലേ? അപ്പോൾ നമുക്ക് കമ്പനി ബോർഡ് LGSുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ഫാക്ട്സ് ഞാൻ നിങ്ങളുമായിട്ട് ആദ്യം ഒന്ന് സംസാരിക്കാം. ഇതിനു മുമ്പേ കമ്പനി ബോർഡ് LGS, അതായത് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഫേമുകളിൽ ഒരു LGS തസ്തികയിലുള്ള എക്സാമാണ് കമ്പനി ബോർഡ് LGS എക്സാം എന്ന് പറയുന്നത്. ഇത് 609/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിലാണ് മുമ്പ് ഇതിനെ വിളിച്ചത്. ഇവിടെ ടെസ്റ്റ് നടന്നത് 17/5/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/1/2024 മുതലുമാണ്. അപ്പൊ 12/1/2024 മുതൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 25, 26, 27 വരെ ഉണ്ടായിരിക്കും. അപ്പൊ 12/1/2024 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 2027 വരെ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട സമയമായോ? നോക്കിയോ എടാ, അന്ന് ആദ്യം വന്ന ലിസ്റ്റില് 4038 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 4055 പേരും, അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 120 പേരും, ടോട്ടൽ വന്നിട്ട് 8213 പേരുമാണ് വന്നത്. കട്ട് ഓഫ് നിശ്ചയിക്കപ്പെട്ടത് 76.67. തെറ്റല്ലാത്ത വളരെ നല്ല ഒരു സംഖ്യയാണത്. 76.67 എന്ന് പറയുന്ന കട്ട് ഓഫ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇനി അടുത്തൊരു പരീക്ഷ വരുമ്പോൾ ഇതൊന്നും കൂടുതലാവുക എന്നതേ തരമുള്ളൂ, പോകുന്ന പോക്കനുസരിച്ചാണെങ്കിൽ. അപ്പൊ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ഇട്ടു. ഒരുപാട് ആൾക്കാർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്ന് കുറച്ച് ആൾക്കാരൊക്കെ പോയി. അവസാനം റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ വന്നത് 3712 ആൾക്കാരും, സപ്ലിമെന്ററി ലിസ്റ്റിനകത്ത് വന്നത് 3552 പേരുമാണ്. അപ്പൊ ടോട്ടല് ലിസ്റ്റിൽ വന്ന ആൾക്കാർ 7264 പേരാണ്. ടോട്ടലി ലിസ്റ്റിൽ വന്നത് 7264 പേരാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ലിസ്റ്റ് നിലവിൽ വന്നത് 2024 കട്ട് ഓഫ് നമ്മൾ പറഞ്ഞു 76.67 ആയിരുന്നു കട്ട് ഓഫ്. നിലവിലെ സാഹചര്യം അനുസരിച്ച്, അതായത് 12/1/2024 നമ്മൾ ഒരു അഡ്വൈസ് വന്ന 21/4/2025, 21/4/2025 ലാസ്റ്റ് അഡ്വൈസ് വന്ന കണക്കനുസരിച്ചാണെങ്കിൽ 2120 പേരാണ് എന്ത് ചെയ്തത്, അഡ്വൈസ് വന്നു പോയത്. നോക്കടാ, മൊത്തം 7000 ചില്ലുവാനോ ആൾക്കാർ, അതിനകത്ത് 2120 പേര് ഇപ്പോഴേ പോയി കഴിഞ്ഞായി. ലിസ്റ്റ് 24 വന്നത്, ഇപ്പൊ 25 ആയതേ ഉള്ളൂ. ഇനി 26, 27 വരെ കിടപ്പുണ്ടെന്നുള്ളത് മറക്കണ്ട. ലിസ്റ്റ് വന്ന മാസം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കാം. 12/1/2024 ഈ ലിസ്റ്റ് വന്നത്. അതായത് 2027 12/1 വരെ നമുക്ക് ഈ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഏകദേശം ഒരു പകുതിയിലധികം, ഇപ്പോഴേ ഏകദേശം ഒരു 7000-2000 ചില്ലുവാൻ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഈ LGSകളിൽ ഏറ്റവും കൂടുതൽ നിയമനം ചടപടയെ നടക്കുന്ന ഒരു നിയമനമാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. ഒരുപാട് നിയമനങ്ങൾ, അത്യാവശ്യം തെറ്റില്ലാത്ത നിയമനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വൻ സ്കോപ്പ് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഈ 7ാം ക്ലാസ് തത്തുല്യമായ ഒരാൾക്ക്, 7ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് ഈ കമ്പനി ബോർഡിന്റെ പരീക്ഷ എഴുതാം. ഡിഗ്രിക്കാർക്ക് എഴുതിക്കൂടാ എന്ന ഒരു മാനദണ്ഡമൊന്നും ഇതുവരെയും തൽക്കാലം നിലവിലില്ല. ഇനി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും 7ാം ക്ലാസ് പാസ്സായ ആൾക്കാർക്ക് പറ്റിയ, പെട്ടെന്ന് പഠിച്ച് ജോലി നേടാൻ പറ്റുന്ന നിയമനങ്ങൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ബെറ്ററായിട്ട് നടക്കുന്ന ഒരു സാധനമാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. സോ അതിന് ഫോക്കസ് ചെയ്ത് നേരത്തെ പഠിച്ചു തുടങ്ങുന്നത് ഒരു വൻ സംഭവമായിരിക്കും. നോക്കടാ, 2025 ലാസ്റ്റിലോ അല്ലെങ്കിൽ 2026 ഫസ്റ്റിലോ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ 2027 എന്ത് തീരുകയാണ്,
ആ പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. അപ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ ഏകദേശം 1 വർഷത്തെ പ്രോസസ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 2025 അവസാനം അല്ലെങ്കിൽ 2026 ആദ്യം. 26 ആദ്യമോ 25 ആദ്യമോ എന്ന് ചോദിച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 25 ലാസ്റ്റിലായിരിക്കും. കാരണം 25 ലാസ്റ്റിലാവുന്നത് മിക്കവാറും പല സമയങ്ങളിലും ഈ വർഷം അവസാനം ഡിസംബർ മാസത്തിൽ കുറച്ച് നോട്ടിഫിക്കേഷൻസ് വരും. ഈ ഏജിൽ ചിലർക്ക് ചില പ്രോബ്ലംസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില സാധനങ്ങൾ, ചില സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ വരാൻ ചാൻസ് 2025 ലാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏകദേശം നമുക്ക് ഇനിയും ഒരു ജൂണായി, ഇനി ഒരു 5-6 മാസമുണ്ട്. അത് കഴിഞ്ഞ് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമുക്കൊരു ദീർഘമായ സമയം നമുക്കിത് പഠിച്ചെടുക്കാനുണ്ട്. ഈ അവസരത്തെ പരമാവധി മുതലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളെ നെഗറ്റീവ് അടിപ്പിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും. സമയം കിടക്കുകയല്ലേ, ഇപ്പോഴേ എന്തിനാ എൻ്റെ പുറകെ നമ്മൾ പോണത്, ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കും, അല്ലെങ്കിൽ പലരും നമ്മളെ ഉപദേശിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് ദയവ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് ഒരൽപ്പം സമയമെടുത്ത് വളരെ സാവധാനത്തിൽ പഠിച്ചു പോകാനുള്ള അവസരത്തെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, മുതലാക്കണം. പരമാവധി നമ്മൾ അത്തരം അവസരത്തെ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, മുതലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ പിന്നീട് പഠിക്കാം, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊരു ഇതിലോട്ട് പോകണ്ട. ഞാൻ ഈ കമ്പനി ബോർഡ് LGSനെ കുറിച്ച് പറയുമ്പം തന്നെ എടുത്ത് പറയാവുന്ന 2 കാര്യമുണ്ട്. VFA അതുപോലെ ബിവറേജസ് LDC, ഇതൊക്കെ ഇനി ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഉടനടി വരാൻ പോകുന്ന പരീക്ഷകളാണ്. അപ്പൊ ഈ പരീക്ഷകൾക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ലോങ് ടൈം ആയിട്ട് പഠിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു 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 പ്ലസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും ഉറപ്പാ. അപ്പം സൂപ്പർ നോട്ട്സ്, കമ്പനി ബോർഡ് LGS, അതുപോലെ VFA, ബിവറേജസ് LDS എന്നിവയ്ക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു ലോങ് ടേം ബാച്ച്. ഈ ലോങ് ടേം ബാച്ചിന്റെ ഫീ എന്ന് പറയുന്നത് 3350. ഒരു കാര്യം മനസ്സിലായിക്കോ, സിലബസ് കംപ്ലീറ്റും തീർത്ത് തരുമെന്നുള്ളത് 100% ഉറപ്പ്. പ്ലസ് പരീക്ഷ വരെയും നമുക്ക് റിവിഷൻസും അതുപോലെ ലൈവ് സെക്ഷൻസും അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും തന്ന് നിങ്ങളെ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളിങ്ങനെ തേച്ചു മിനുക്കിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു പ്രസ്റ്റീജ് ബാച്ച് എന്ന് വേണമെങ്കിലും പറയാം ഇതിനെ. ഈ ലോങ് ടേം ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ള ആൾക്കാർ ഫീ എന്ന് പറയുന്നത് 3350, അതായത് ആദ്യത്തെ ബാച്ചിൽ 150 പേരുടെ ആദ്യത്തെ ബാച്ചിലുള്ള ഒരു കണക്കാണ് പറഞ്ഞത്. 3350 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതായത് ഓഫറൊക്കെ വരുന്ന സമയങ്ങളിൽ അതിൻ്റെതായ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇവിടെ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു വലിയൊരു മത്സരം നടക്കുന്ന ഒരു മേഖലയിൽ നമ്മൾ ചെന്ന് ചാടുമ്പോൾ നമ്മൾ നല്ല മുന്നൊരുക്കത്തോടെ തന്നെ പോകണം. അതല്ലാതെ അവസാനത്തെ ഒരു 3 മാസമോ ഒരു 60 ദിവസത്തെ ക്രാഷ് കോഴ്സിലോ ചേർന്നതുകൊണ്ട് LGSോ അല്ലെങ്കിൽ VFAയോ അല്ലെങ്കിൽ ബിവറേജ് LDO ഒക്കെ അടിച്ചെടുക്കാം എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാലോ എന്തെങ്കിലും ദിവാസ്വപ്നം നിങ്ങൾ കണ്ടാലോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നില്ല. അത്രയും മത്സരം കടുത്ത മത്സരം നമുക്കുണ്ട്. കട്ട് ഓഫുകളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ചേരാൻ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് ആലോചിക്കുക. അതുപോലെ നമ്മളെ സൂപ്പർ നോട്ട്സിനെ മറ്റ് കോഴ്സുകളിലൊക്കെ ഇരുന്നവർക്കോ അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്നവർക്ക് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാം. പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് LGSുമായിട്ട് ബന്ധപ്പെട്ട ബാച്ച് സ്റ്റോറിലുണ്ട്. ആ ബാച്ചിൽ നമ്മൾ ചില ഡെമോ ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ഡെമോ ക്ലാസ് കയറി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, യെസ് നമ്മൾ കൊടുത്താൽ ആ കൊടുക്കുന്ന പൈസ നമുക്ക് മുതലാവും, യവന്മാർ കൊള്ളാം എന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അഡ്മിഷൻ എടുത്താൽ മതി. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്. വെറുതെ നമ്മൾ അതിനകത്ത് കയറിയതിന് ശേഷം പൈസ വെറുതെ ആയിപ്പോയല്ലോ, ഇനി ഇത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, നഷ്ടമായല്ലോ, അതൊന്നും വേണ്ട. ക്ലാസ്സുകൾ കയറി കാണുക. കണ്ടിട്ട് നിങ്ങൾക്കത് വെർത്താണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഇത് സൂപ്പർ നോട്ട്സ് മാത്രം തരുന്നൊരു ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനി ബോർഡ് LGSോ അതുപോലെ VFA അതുപോലെ ബിവറേജസ് LDSുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസും കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിലിംഗ് ആയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ, താങ്ക് യു.